ഹലോ, വെൽക്കം ബാക്ക്. പബ്ലിഷിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് എക്സാമിന് പ്രാക്ടിക്കലായിട്ട് വരാൻ സാധ്യതയുള്ള 3 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ചോദ്യങ്ങൾ എങ്ങനെ വരും എന്നുള്ളതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേഗത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുക എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ 3 ചോദ്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെതാണ്, 1 മലയാളം മീഡിയത്തിൻ്റെതാണ്. നമുക്ക് ആദ്യം ഈ ഒരു ചോദ്യം നോക്കാം. ഇത് മലയാളം മീഡിയം കുട്ടികൾ ഒന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കേണ്ട, എന്താണ് എന്നുള്ളത് പറഞ്ഞു തരും കേട്ടോ. പ്രിപ്പയർ എ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ദ സ്റ്റുഡൻസ് ഹു അറ്റൻഡഡ് എ സെമിനാർ കണ്ടക്ടഡ് ബൈ ദ ഡിസ്ട്രിക്ട് സയൻസ് പ്രൊമോഷൻ ക്ലബ് യൂസിങ് മെയിൽ മർജ് ടെക്നിക് ഇൻ ലിബ്രിയോഫീസ് റൈറ്റർ. അതായത് നിങ്ങളൊരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതായത് ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം. അത് മെയിൽ മർജ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ലിബ്രിയോഫീസ് റൈറ്ററിലാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ഡീറ്റെയിൽസ് ഓഫ് ദ പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റുഡൻസ് ആർ ഗിവൺ ഇൻ ദ ഫയൽ registration.ods. അതായത് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് registration.ods എന്ന് പറയുന്ന ആ ഒരു ഫയല് നിങ്ങളുടെ എക്സാം document 10 എന്ന് പറയുന്ന ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, and the model of participant certificate is given in the file participation_certificate.ott. കുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ആ ഒരു ഫയൽ registration.ods എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡല് നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് OTT എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അതേ ഫോൾഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹിന്റ് ആയിട്ട് അഥവാ സൂചനയായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് സ്റ്റുഡന്റ് നെയിമും രജിസ്ട്രേഷൻ നമ്പറും നെയിം ഓഫ് സ്കൂൾ ആൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെയാണ് അതിലേക്ക് ആഡ് ചെയ്ത് ആ registration ODS എന്ന് പറയുന്ന ആ ഒരു ഫയലിൽ നിന്നും നമുക്ക് മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ചിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അത് സൂചനയായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞത് അതെങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളതാണ്. എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ നിങ്ങൾ അത് സേവ് ചെയ്യണം, ആസ് എ സിംഗിൾ ഫയലായിട്ട് സേവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു, ആപ്ലിക്കേഷനിൽ ഓഫീസിലേക്ക് വരുന്നു, ഓഫീസിൽ ഇതാ ഇവിടെ ലിബ്രിയോഫീസ് റൈറ്റർ കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്റർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഫയലിൽ ഓപ്പൺ കൊടുക്കുക, ഫയലിൽ ഓപ്പൺ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകുന്നു, ഹോമിലെ എക്സാം ഡോക്യുമെന്റ് 10ലേക്ക് പോവുക. അവിടെ നമുക്ക് ഇതാ ഇവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കാം. ഇതാ ഇവിടെയായിട്ട് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്.ott എന്ന് പറയുന്ന ഫയലുണ്ട്. അതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ അപ്പോൾ നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചോദ്യത്തിലെ പാർട്ടുണ്ട് ആ കുട്ടികളുടെ ഒക്കെ ഡീറ്റെയിൽസ് registration.ods എന്ന്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ODS എന്ന് പറയുന്ന ഒരു ഫയൽ കണ്ടോ, .ods എന്ന എക്സ്റ്റൻഷനിലുള്ള ആ ഒരു ഫയല് എപ്പോഴും കുട്ടികളുടെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഫയലാണ്. ഇൻസേർട്ടിലേക്ക് പോകുന്നു, ഇൻസേർട്ടിൽ ഫീൽഡിലേക്ക് വരുന്നു, ഫീൽഡിൽ മോർ ഫീൽഡ് എടുക്കുക. ഓക്കെ, ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡ്സ് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇവിടെ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെയിൽ മർജ് ഫീൽഡ്സ് എന്ന് കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കണം, ഡാറ്റാബേസിൽ മെയിൽ മർജ് ഫീൽഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു ചോദ്യം ഒന്ന് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. registration.ods അത് ഓപ്പൺ ചെയ്യുക. അതെവിടെയുള്ളത്? ഹോമിലെ എക്സാം ഡോക്യുമെന്റ് 10ൽ registration.ods ഇതാ ഇവിടെ ആയിട്ട് registration.ods എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമുക്കിവിടെ അത് വന്നതായിട്ട് കാണാം. നമുക്കിത് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റാം, അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കണ്ടു, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഷീറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇത് ഇവിടെ തന്നെ പാർട്ടുണ്ട്, എൻ്റർ നെയിം ഓഫ് സ്റ്റുഡൻറ് ഹിയർ. അപ്പോൾ നമുക്ക് കുട്ടിയുടെ പേര് ഇവിടെ ആഡ് ചെയ്യണം. അതിന് വേണ്ടി എന്ത് ചെയ്യാം? ഇവിടെ നെയിം പിടിച്ച് വലിച്ച് ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഓക്കെ, ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ എൻ്റർ ദ രജിസ്റ്റർ നമ്പർ ഹിയർ എന്നാണുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ രജിസ്റ്റർ നമ്പർ ഉണ്ട്, അതിന് മുകളിൽ ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ നമ്പർ എന്നതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ അവിടെ ആഡ് ആവും. ഒന്നുകിൽ നിങ്ങൾക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എവിടെയാണോ ഇത് അടുത്തത് നോക്കാം. നമുക്കിതാ എൻ്റർ ദ സ്റ്റാൻഡേർഡ് ഹിയർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്താലും അത് അവിടെ വരും. ഇനി ഒന്നും കൂടി കൊടുക്കാനുണ്ടല്ലോ, എൻ്റർ ദ നെയിം ഓഫ് സ്കൂൾ ഹിയർ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്കൂൾ എന്ന് പറയുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. കൃത്യമായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എൻ്റർ ദ നെയിം ഓഫ് സ്റ്റുഡൻറ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മനസ്സിലാകാൻ കൊടുത്തതാണ്. വേണമെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് ബാക്ക് സ്പേസ് കൊടുത്ത് ഒഴിവാക്കാം, കാരണം ഇവിടെ നെയിം വരുമല്ലോ.
അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒഴിവാക്കാം. ഇനി എന്ത് ചെയ്യണം? മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഫയൽ സേവ് അല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫയലിലേക്ക് പോവുക, അതിൽ പ്രിന്റ് കാണാലോ, ഈ പ്രിന്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ വരും, യെസ് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ട്, ഇതിൽ ഫയൽ എന്നത് കൊടുക്കുക, ഔട്ട്പുട്ടിൽ ഫയൽ എന്നത് കൊടുക്കുക. അപ്പോൾ സേവ് ആസ് സിംഗിൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് തന്നെയാണ് വേണ്ടത്, അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങളോട് എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അവിടെ നെയിമായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ കൊടുക്കുക, എന്നിട്ട് എന്താണോ നിങ്ങളുടെ ചോദ്യ നമ്പർ ആ ഒരു ചോദ്യ നമ്പർ കൂടി കൊടുക്കുക. എന്നിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം, എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ടാവും. അത് നമുക്കൊന്ന് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ ഇതാ ഇവിടെ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ഒരു കുട്ടിയുടെ പേര് വന്നു, രജിസ്റ്റർ നമ്പർ വന്നു, അവിടെ സ്കൂളിൻ്റെ പേര് വന്നു, സ്റ്റാൻഡേർഡ് വന്നു. താഴോട്ട് സ്ക്രോൾ ചെയ്തേ, അടുത്ത കുട്ടിയുടെ പേര് ഇതാ ഇവിടെ വന്നു, ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ വന്നു, സ്കൂളിൻ്റെ പേര് സ്റ്റാൻഡേർഡ്. അങ്ങനെ കണ്ടില്ലേ, ഒരൊറ്റ പേജിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ ആ മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ച് ചെയ്തപ്പോൾ കുറേ പേജിൽ ആ കുട്ടികളുടെ ഡീറ്റെയിൽസ്, ആവശ്യമായിട്ടുള്ള പാർട്ടിസിപ്പൻസിൻ്റെ ഒക്കെ തന്നെ പേര് വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഒറ്റയടിക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. ഇത് ഒരു ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ചിട്ട് ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഒരു ഇൻഡെക്സ് ടേബിൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് മീഡിയം കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഇൻഡെക്സ് ടേബിൾ തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഹെൽത്ത് കെയർ എന്ന മേഖലയെ സംബന്ധിച്ച ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ് 10 എന്ന ഫോൾഡറിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് .ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുക. എന്തൊക്കെയാണ് വരുത്തേണ്ടത്? ആദ്യത്തെ 2 പേജിലുള്ള ഉപശീർഷകങ്ങൾക്ക്, ഉപശീർഷകം മീൻസ് സബ് ഹെഡിങ്, അതിന് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചുവപ്പ് നിറത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ചിട്ട് ഉള്ളടക്ക പട്ടിക അഥവാ ഇൻഡെക്സ് ടേബിൾ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തുക. എന്നിട്ട് ആ മാറ്റം വരുത്തിയ ഫയൽ സേവ് ചെയ്യാനാണ് പറയുന്നത്. ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു, ഓഫീസിലേക്ക് വരുന്നു, അവിടെ ലിബർ ഓഫീസ് റൈറ്റർ. ആ ഒരു രീതിയിൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതുവഴി നമുക്ക് നമ്മുടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഏതാണ് ഫയല്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് .ott. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ഫയലിൽ ഓപ്പൺ കൊടുത്താൽ മതി. ഫയലിൽ ഓപ്പൺ, എന്നിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവാം. ഹോമില് എക്സാം ഡോക്യുമെന്റ് 10ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാ ഇവിടെ തന്നെയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് .ott. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫയൽ ഇതാ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ പോയിന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ 2 പേജിലുള്ള ഉപശീർഷകങ്ങൾ അഥവാ സബ് ഹെഡിങ്ങിന് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകണം. അത് ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇത് ഒന്ന്, ഇതാണ്, പിന്നെ ഇതാണ്, ഇത് 1ാമത്തെ പേജാണ്, ഇത് 2ാമത്തെ പേജ്, ബാക്കി പേജ് നമുക്ക് ആവശ്യമില്ല. ഈ ചുവന്ന നിറത്തിലുള്ളവയ്ക്കൊക്കെ തന്നെ നമുക്ക് ഹെഡിങ് 2 ആണ് കൊടുക്കേണ്ടത്. അതിനെന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യാം, ഇതേപോലെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഹെഡിങ് 2 എന്ന് പറയുന്നത് കൊടുക്കുക. ഹെഡിങ് 2. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരിക, ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഹെഡിങ് 2 എന്ന് പറയുന്നത് കൊടുക്കുക. ഓക്കെ, വീണ്ടും താഴോട്ടേക്ക് വരിക, ഇത് സെലക്ട് ചെയ്യുക, ഇവിടെ നിന്നും ഹെഡിങ് 2 എന്ന് പറയുന്നത് കൊടുക്കുക. വീണ്ടും താഴെ വരുന്നു, സെലക്ട് ചെയ്യുന്നു, ഇവിടെ നിന്നും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഹെഡിങ് 2 കൊടുക്കുന്നു. ഓക്കെ, ബാക്കിയൊക്കെ ഓൾറെഡി ഇവർ തന്നെ ഹെഡിങ് 2 കൃത്യമായിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മളോട് മാറ്റാനൊന്നും പറയുന്നില്ല. ആദ്യത്തെ 2 പേജിലുള്ളത് നമ്മൾ കൃത്യമായി മാറ്റി കൊടുത്തു. ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ചിട്ട് ഇൻഡെക്സ് ടേബിൾ അഥവാ ഉള്ളടക്ക പട്ടിക ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തുക. അപ്പോൾ ആദ്യ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് താഴെ വന്നിട്ടുണ്ട്. ഇനിതാ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ ഒരു ആദ്യ ഭാഗമാണല്ലോ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ ഉള്ളടക്ക പട്ടിക അഥവാ ഇൻഡെക്സ് ടേബിൾ ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇൻഡെക്സ് ടേബിൾ നമ്മൾ ആഡ് ചെയ്യുന്നത്? ഇൻസേർട്ടിലേക്ക് പോകുന്നു, ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ട് ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇവിടെ കാര്യമായിട്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഓക്കെ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, നമ്മുടെ ടേബിൾ ഓഫ് കണ്ടൻസ് ഇതാ ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം നോക്കി, ഇതാ ഇത്രയേ നമ്മളോട് ചെയ്യാൻ പറ്റുള്ളൂ. മാറ്റം വരുത്തിയ ഫയല് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ആയിട്ട് സേവ് ചെയ്യാനാണ് പറ്റുള്ളത്. അപ്പോൾ ഫയലിൽ സേവ് കൊടുക്കാം, അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _ കൊടുക്കുക, എന്നിട്ട് ചോദ്യ നമ്പർ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഈ ഫയലും അവിടെ സേവ് ആയി.
magazine.ott എന്ന് പറഞ്ഞ ഒരു ഫയൽ നിങ്ങൾക്ക് എക്സാം ഡോക്യുമെന്റ് 10 എന്ന് പറയുന്ന ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് LibreOffice റൈറ്ററിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അപ്ലൈ ദ സ്റ്റൈൽ ഹെഡിങ് 1 ടു ദ ഹെഡിങ്സ് ഓൺ ഓൾ പേജസ്. എല്ലാ പേജിലെയും ഹെഡിങ്ങിന് ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഹെഡിങ്സ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ഹെഡിങ്സ് എല്ലാം റെഡ് കളറിൽ ചുവപ്പ് നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ മേക്ക് ദ ഫോളോയിങ് ചേഞ്ചസ് ടു ദ ഹെഡിങ് 1 സ്റ്റൈൽ. എന്നിട്ട് ആ ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസുകൾ വരുത്തണം. അതെന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഫയൽ രജിസ്റ്റർ നമ്പർ _ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് നമ്മളോട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷനിലേക്ക് പോയി അവിടെ ഓഫീസിൽ വന്നിട്ട് LibreOffice റൈറ്റർ ഓപ്പൺ ചെയ്യാം. LibreOffice റൈറ്റർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, magazine.ott എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാം. അതിനായിട്ട് ഫയലിലേക്ക് പോകുന്നു, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമ്മളോട് എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലെ എക്സാം ഡോക്യുമെന്റ് 10 എന്ന ഫോൾഡറിനകത്ത് നിന്നും magazine.ott എന്ന് പറയുന്ന ഫയൽ കാണാം. അതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫയലിലെ എല്ലാ പേജിലും ചുവപ്പ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഹെഡിങ് ആണ്. അതിനൊക്കെ തന്നെ ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈൽ കൊടുക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞത്. അതിനെന്ത് ചെയ്യാം, ആദ്യം ഒന്നാമത്തെ ഹെഡിങ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതാ ഇവിടെ നിന്നാണ് കൊടുക്കേണ്ടത്, നമുക്കറിയാലോ. ഇതിന് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ അത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈൽ കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഒന്ന് താഴോട്ട് പോവുക. അടുത്ത ഹെഡിങ് ഇതാ ഇവിടെയുണ്ട്. ഇതും ഇതേപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നും ഹെഡിങ് 1 എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. വീണ്ടും താഴോട്ട് പോകുന്നു, ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഹെഡിങ് 1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം എല്ലാ പേജിലെയും ആ ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെഡിങ്ങിന് ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈൽ കൃത്യമായിട്ട് കൊടുത്തു. ഇനി നമുക്ക് ആദ്യത്തെ പേജിലേക്ക് പോകാം. ഇതിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പേജിലെത്തും. ഇനി നമ്മുടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, then make the following changes to the heading 1 style. അതായത് ഹെഡിങ് 1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം, കുറച്ച് ചേഞ്ചസ് വരുത്തണം. നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത് മുൻപുള്ള വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇത്രയും ഈ 3 മാറ്റങ്ങളെ വരുത്തേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മോർ സ്റ്റൈൽ എന്ന് കാണാം. ആ മോർ സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റൈൽസ് വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടും. ഇവിടെ നമ്മളോട് എവിടെയാ മാറ്റം വരുത്താൻ പറഞ്ഞത്, ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈലാണല്ലേ. അപ്പോൾ ഇതിന് മുകളിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, ന്യൂ, മോഡിഫൈ. അതിലേതാ നമുക്ക് വേണ്ടത്, അതിൽ ഒരു മാറ്റം വരുന്നത്, ഒരു ചേഞ്ച് വരുത്താനാണ് പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് നമുക്ക് മോഡിഫൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഹെഡിങ് 1നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിൻഡോ വരും. ഇവിടെ നമുക്കിവിടെ ഫോണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഫോണ്ടിലേക്ക് പോവുക. ഫോണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഫാമിലി, സ്റ്റൈല്, സൈസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഒരു ചോദ്യത്തിൽ എന്താ പറഞ്ഞത്, ഫോണ്ട് ഫാമിലി ആൻഡ് സ്റ്റൈൽ മാറ്റാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് ഏത് ലാംഗ്വേജ് ആണെന്ന് നോക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ എപ്പോഴും വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു ഭാഗത്തായിരിക്കണം മാറ്റം വരുത്തേണ്ടത്. ഇവിടെ നൽകിയിട്ടുള്ളത് മലയാളമാണെങ്കിൽ CTL ഫോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് മാറ്റം വരുത്തേണ്ടത്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. ഇവിടെ ഫാമിലി എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അവിടെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ആ ഒരു ഫോണ്ട് ഫാമിലി അവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതാ ഇവിടെ ബോൾഡ് ആണ്, സ്റ്റൈല് ബോൾഡ് ആണ് കൊടുക്കാൻ പറഞ്ഞത്. സ്റ്റൈല് ബോൾഡിൽ തന്നെയാണുള്ളത്, അതിൽ മാറ്റമൊന്നും വരുത്തേണ്ട. ഇനി എന്ത് ചെയ്യുക, ഫോണ്ട് എഫക്റ്റിലേക്ക് പോവാം. ഓക്കെ, ഫോണ്ട് എഫക്റ്റിൽ നിങ്ങളോട് ഏത് കളർ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്, ഫോണ്ട് കളർ ഗ്രീന് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഫോണ്ട് എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഫോണ്ട് കളർ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഗ്രീന് കൊടുക്കാം. ഗ്രീന് കൊടുത്തു. ഇനി അടുത്തത് എന്താ, ടെക്സ്റ്റ് അലൈൻമെന്റ് സെന്റർ ആക്കാൻ പറ്റുന്നുണ്ട്. ടെക്സ്റ്റ് അലൈൻമെന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ അലൈൻമെന്റ് എന്ന് പറയുന്ന ടാബ് ഉണ്ട്, അവിടെ വരിക. അപ്പോൾ നിങ്ങളോട് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈഡ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ സെന്റർ കൊടുക്കുക. ഇത്രയല്ലേ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ആ ഒരു ഫോണ്ട് ഫാമിലി മാറ്റി, അതിന്റെ സ്റ്റൈല് മാറ്റി, ഫോണ്ട് കളർ മാറ്റി, ടെക്സ്റ്റ് അലൈൻമെന്റ് മാറ്റി, ഇത്രയും മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, ഇനി നമുക്ക് അപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ വന്ന മാറ്റം കണ്ടോ, നമ്മുടെ എല്ലാ ഹെഡിങ്ങിനും നമ്മളിപ്പോൾ മാറ്റം വരുത്തിയ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫയലിൽ സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് ഈ ഒരു മോഡിഫൈ ചെയ്ത ഫയൽ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് സേവ് ചെയ്യണം.
അതിനായിട്ട് ഫയലിൽ സേവ് അല്ലെങ്കിൽ സേവ് ആസ് ഉപയോഗിക്കാം. ഞാനിവിടെ സേവ് ആസ് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങളോട് എവിടെയാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്? ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡറിൽ ഇവിടെ നിങ്ങളോട് രജിസ്റ്റർ നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട്. രജിസ്റ്റർ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഒരു അണ്ടർസ്കോർ കൊടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അണ്ടർസ്കോറിന്റെ കീ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് എത്രാമത്തെ ചോദ്യമാണോ ആ ഒരു ചോദ്യ നമ്പർ ഇവിടെ കൊടുക്കുക. ഓക്കെ, കൊടുത്തു. എന്നിട്ട് ഈ സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇത്രയേ ചെയ്യാനുള്ളൂ. നിങ്ങളുടെ ആ ഒരു ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ഇനി സെറ്റ് ആണല്ലോ. അപ്പോൾ മറ്റൊരു IT വീഡിയോയുമായി വീണ്ടും കാണാം.